ഹായ് ഗൈസ്, നമ്മുടെ എല്ലാ ചാനൽ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു സ്ഥലത്തോട്ടാണ്. നമ്മൾ ഹണിമൂൺ ഒന്നും പോയില്ലായിരുന്നു. ഹണിമൂണിൽ പോയായിരുന്നു, പക്ഷെ നമുക്കത് വീഡിയോ ആയിട്ടൊരു വ്ലോഗായിട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഹണിമൂൺ പാർട്ട് 2 എന്നുള്ള സെറ്റപ്പിൽ വ്ലോഗ് ചെയ്തൊന്ന് പോകണം. അപ്പൊ എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണുക. ഹണിമൂൺ ട്രിപ്പ് എങ്ങനെയാണ്, അതിനകത്ത് കുറെ രസകരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം എന്തായാലും ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. എവിടെ സ്ഥലം എന്ന് പറയുന്നില്ല, സ്ഥലം എന്തായാലും പോയിട്ട് കാണാല്ലേ. അപ്പൊ നേരെ സ്ഥലം നമുക്ക് പോകുന്ന വഴി കാണിച്ചത് എങ്ങനെയാണ് ആ ഒരു വൈബ് സ്ഥലങ്ങളൊക്കെ എല്ലാവർക്കും പോകാൻ പറ്റിയ നല്ല അടിപൊളി കിണ്ണം കാഴ്ച സ്ഥലമാണ്. എല്ലാരും ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന കണ്ടാല് എവിടെ കൂടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നതെന്ന് മനസ്സിലാവും. നിങ്ങൾ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ പോകണം. പോയിട്ടുണ്ട് ആ സ്ഥലത്ത്, പക്ഷെ നമ്മളത് വീഡിയോ വ്ലോഗായിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാരും ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒന്ന് നമുക്ക് ആ വഴിക്ക് ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു. പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ 2-3 പ്രാവശ്യം ആ സ്ഥലത്ത് പോയതാണ്. പിന്നെയും പോകുന്ന കാര്യം എന്ന് വെച്ചാൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ വീണ്ടും പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പൊ എന്തായാലും എല്ലാരും മടിപ്പിക്കുന്നൊന്നുമില്ല, എല്ലാരും നമുക്ക് പെട്ടെന്ന് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പൊ നമ്മള് ഇറങ്ങാനുള്ള പദ്ധതിയിലാണ്. എല്ലാ സംഭവങ്ങളും എടുത്തിട്ടുണ്ട് ഇത്. അപ്പൊ ഇറങ്ങാനായിട്ട് പോവാണ്. വീടൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. വീട് വീട്ടുവാണ്. അപ്പൊ നമ്മള് എല്ലാ ഐറ്റംസും നമ്മൾ ഡ്രസ് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ബോക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രില്ലിന്റെ ഇതെടുത്തിട്ടുണ്ട്, പിന്നെ ചൂണ്ട എടുത്തിട്ടുണ്ട്. സ്റ്റിക്ക്, ചൂണ്ടക്കൊളുത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ വണ്ടി എടുക്കാൻ പോകും. ഇതാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ലൊക്കേഷൻ വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ 2 മണിക്ക് വിടാന്ന് പ്ലാൻ ചെയ്തതാണ്. പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും താമസിച്ചോണ്ട് പിന്നെ ടയർഡായിട്ട് 2 മണി എന്നുള്ളത് നമ്മള് 4 മണി 5 മണി സെറ്റപ്പ് ആക്കി. എല്ലാം കഴിഞ്ഞ് വന്നപ്പോ 8 മണിയായി. ഭയങ്കര വെട്ടല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നലെ രാത്രി എല്ലാം സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള എല്ലാം പാക്ക് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങി. എഴുന്നേറ്റപ്പോ ഭയങ്കര രാത്രി 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. പക്ഷെ ചൂണ്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രില്ലടിക്കാനുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ നമുക്ക് നല്ലൊരു സ്പോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചൂണ്ടയിടും. നമുക്ക് നല്ല പറ്റുന്ന നല്ല വെയില് കണ്ട ഇറങ്ങുവാണ്. നമ്മൾ ചായ പോലും കുടിച്ചിട്ടില്ല. അപ്പൊ ചായ നമ്മൾ സ്ഥിരം കുടിക്കുന്ന ഒരു ചെറിയൊരു കടയുണ്ട്, അവിടെ നിന്ന് കഴിക്കാനാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഞായറാഴ്ച അവധിയായത് എന്താ അറിയത്തുമില്ല. നമ്മൾ വേറെ കടയുന്നത് കഴിക്കുന്നത്. സൺഡേ അപ്പൊ കട ഞാൻ കാണിച്ചു തരാം. കട കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് കട, കണ്ടത് ഈ ചെറിയ കട. ഇവിടെ ഞാൻ വീഡിയോ മാളികമുക്ക് ജംഗ്ഷൻ ഈ കടയാണ് അടച്ചിട്ടിരിക്കുന്ന കട. അപ്പൊ ആ അടച്ചിട്ടിരിക്കുന്ന കടയിലാണ് നമ്മൾ എപ്പോഴും എല്ലാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ്. അടിപൊളി ഫുഡാണ്, നമ്മുടെ ഫ്രണ്ട്ലി ഫുഡാണ് അവിടെ കിട്ടുന്നത്. ആലപ്പുഴയിലാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആലപ്പുഴയിലാണ് നമ്മളെ വീട്. നമ്മൾ അറിയാവുന്നവർക്കൊക്കെ അറിയാം, അറിയാൻ വയ്യാത്തവർക്കാണ് പറയുന്നത്. ആലപ്പുഴയിൽ നിന്ന് തുടങ്ങുന്ന ട്രിപ്പ് എവിടെയാണ് അവസാനിക്കുന്നതെന്ന് വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുക. നമ്മൾ സ്പോട്ട് പറയുന്നത്. പിന്നെ നമ്മൾ എത്ര ദിവസത്തേക്കാണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അതങ്ങനെയാണ്, ട്രിപ്പ് പോകാൻ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. പോകുന്നതാണെങ്കിൽ ചിലപ്പോൾ പോയിട്ട് പിറ്റേ ദിവസം തന്നെ വരും, അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് വരും. അവിടെ ചെന്നിട്ട് നമുക്ക് നല്ലൊരു മൂഡും നല്ല ക്ലൈമറ്റ് വൈബൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ 2-3 ദിവസം തങ്ങാൻ ചാൻസ് ഉണ്ട്. നല്ല ക്ലൈമറ്റ് അല്ല എങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തേക്ക് എല്ലാ പ്രാവശ്യവും പോകുമ്പോ അങ്ങനെയാണ്. ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകും. നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിലെ ടോൾ ബൂത്താണ് ഇത്, കണ്ടോ? അപ്പൊ ഈ ടോൾ ബൂത്ത് ഇവിടുന്ന് മാറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ടൗണിൽ കൂടെ ടച്ച് ചെയ്തപ്പോ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ കടക്കാം. അതുകൊണ്ട് ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു.
ഈ ടോൾ ബൂത്ത് ഇവിടുന്ന് പൊളിച്ചിട്ട് ആലപ്പുഴയുടെ നെഞ്ചത്തോണ്ട് നോക്കാൻ പോകണമെന്ന് പറയുന്നത്. അങ്ങനെ അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫുഡ് കഴിക്കുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമ്മള് നല്ല അടിപൊളി കട. അപ്പോൾ ഗൈസ് നമ്മൾ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഫുഡ് കഴിക്കാൻ നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാം. രാവിലെ തന്നെ ഒരു ചായയും നല്ല അടിപൊളി മുരിഞ്ഞ് സമൂസയും കൂടെ. നമ്മൾ ആ സ്ഥിരം കടയാണ്, നമ്മുടെ അണ്ണൻ്റെ കടയാണ്, പാതിരാപ്പള്ളിയിലാണ്. ഇവിടുന്ന് ഒരു ചായയും കുടിച്ച് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അഴകേസൻ്റെ സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ ക്യാമറക്ക് പോസ് ചെയ്യത്തില്ല. അപ്പോൾ ഇതേണ്ട് നമ്മുടെ ചായ അണ്ണൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ടാണ് ചായ. ഭയങ്കര തിരക്കാണ്. വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇതിലേ വന്നു കഴിഞ്ഞാൽ ഒരു ചായ കിട്ടണമെങ്കിൽ നമ്മൾ 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സ്പെഷ്യലാണ്. അപ്പോൾ നമ്മളൊരു വെളുപ്പാങ്കാലം ആയതുകൊണ്ട് നേരെ ആ ചായയും കുടിച്ച് അങ്ങോട്ട് പോകാൻ ഓർത്ത്. നമ്മുടെ അളകേഷിന്റെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പൊടിയായതുകൊണ്ടേ. അളകേഷിന് നാണം വ്ളോഗിൽ വരാനായിട്ട്. നിന്റെ മുന്നിൽ കാണിച്ചില്ലേ പിന്നെ വ്ളോഗിൽ വരുന്ന നാളെ നീ ഫേമസ് ആണ്, വൈറലാവും. വൈറലാവൂടാ. നമ്മുടെ ഇക്ക ചായയൊക്കെ കുടിച്ചിങ്ങനെ നടന്നുകൊണ്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. നടന്നുകൊണ്ട് ചായ ഷോ ആണ് കേട്ടോ പകുതി. ചായയൊക്കെ കുടിച്ച് നീ എന്റെ വീഡിയോ എടുക്കുവാണ്. അതെ, ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഒട്ടും ഷോ ഇല്ല. വേഗം കുടിക്ക്. എത്തുവന്ന് ഇത് ടൈം എത്രയെന്നറിയാവാ? 8:30 കഴിഞ്ഞു. 8:45 പോകുന്നു. എന്നിട്ട് ദേ ഇവിടെ ഇരുന്നോണ്ട് ചായ കുടിച്ചോണ്ടിരിക്കും. സമയം പോകുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ അരൂര് സിഗ്നലിൽ പെട്ട് കിടക്കുവാണ്. ഇപ്പം നമ്മൾ അരൂര് ടോളിലോട്ട് കയറുകയാണ്. നമ്മളിപ്പം എത്തിയിട്ട് എവിടെയും സ്റ്റോപ്പ് ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി മാത്രമേ നിർത്തിയുള്ളൂ. പിന്നെ അത് ഇപ്പം അരൂര് ടോളില് സിഗ്നല് വീണ്. അപ്പം നമ്മൾ വണ്ടി എടുക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോണത് അരൂര് പാലമാണ്. നമ്മൾ വെളുപ്പിനെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ കിടന്നുറങ്ങിപ്പോയതുകൊണ്ട് അലാറൊന്നും വെച്ചില്ല. കിടന്ന് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് ഉറങ്ങിയുണ്ട്. എണീറ്റപ്പോൾ രാവിലെ 8 മണി. ട്രെയിൻ പോകുന്നുണ്ട്. അപ്പുറത്തെ പാലത്തിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പം നീ കണ്ടോ, നല്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. തിളച്ചു മറിയുകയാണ്. ഇനി നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്താണ് ക്ലൈമറ്റ് എന്ന് അവിടെ ചെന്നിട്ടറിയാം. അവിടെ നമ്മളൊരു സുഹൃത്തുണ്ട്, അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ അരൂര് ടോൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ടോൾ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പൊ നമ്മളിപ്പോ എടപ്പള്ളി എത്തിയിട്ടുണ്ട്. ലുലു മാൾ. ഞാനിവിടെ കുറച്ച് നാള് വർക്ക് ചെയ്താണ് ക്യാഷ്യറായിട്ട് ലുലു മാളില്, സെലിബ്രേറ്റില്. അപ്പൊ ഗൈസ് നമ്മൾ എടപ്പള്ളി ലുലു മാൾ എത്തിയിട്ടുണ്ട്. ലുലു മാളിന്റെ ഫ്രണ്ടിൽ കൂടെ പോവാണ്. ഇവിടെയൊക്കെ ഭയങ്കര സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കും ബഹളമാണ്. അതുകൊണ്ട് റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പൊ നമ്മൾ ലുലു മാളിന്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലുവ പാലം എത്തിയിട്ടുണ്ട്. ആലുവ പുഴയുടെ തീരത്തെ. അയ്യോ പാട്ട് അങ്ങനെ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഗൈസ് നമ്മൾ എന്തായാലും ആലുവ പാലത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്തിയിട്ടേ എന്തായാലും പറയത്തുള്ളൂ എവിടെയാണ് പോണേന്ന്. ഇതൊരു സർപ്രൈസ് ആണ്. ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. തോട്ടക്കാട്ടുകാരെ എത്തി നമ്മളിപ്പോ. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട് എയർപോർട്ടിലോട്ട്. കണ്ടത് അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു സീനറി അതെ, ഒരു ഐസ്ക്രീം കണ്ടോ, എന്ത് വലിയ ഐസ്ക്രീം. അതെ, ഐസ്ക്രീമും ഉണ്ട്, മഷ്റൂം ഒക്കെ. അതെ, എന്തോ സംഭവം ഐസ്ക്രീം പാർലർ സംഭവം കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളിത് ഇത്ര നേരമായിട്ടും ഒരു 100-200 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. നമ്മൾ വേറെ കുറച്ച് സ്ഥലത്തൊക്കെ കറങ്ങിയിട്ടാണ് വന്നത്. നമുക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളിത് എൻട്രി നമ്മുടെ സ്ഥലം കാണിച്ചു തരാം. നമ്മളിത് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ എത്തുന്ന സ്ഥലം വരെയുള്ള വീഡിയോ പാർട്ട് 1 ആയിട്ട് ഇടത്തുള്ളൂ. അപ്പൊ നമ്മൾ 1, 2, 3 പാർട്ടൊക്കെ ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്.
അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് കാണട്ടെ. വൈബിന് പറ്റിയ സ്ഥലം, ഈ ഹണിമൂൺ വരാനും ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിട്ട് തകർക്കാൻ നല്ല കോടയുണ്ട് കേട്ടോ. നല്ല ഫ്രണ്ട്സുകൾക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അല്ലാണ്ട് കൂട്ടത്തിൽ നിന്നിട്ട് ഊമ്പിക്കുന്നവന്മാർക്കൊന്നും ഈ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല. നല്ല കട്ടക്ക് കൂടിക്കുന്ന ഫ്രണ്ട്ഷിപ്പിനൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ ഹണിമൂണിനൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഞാൻ നിങ്ങൾക്ക് കിഡിലനായിട്ട് വീഡിയോ കാണിച്ചു തരാം. സ്ഥലം എത്തുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തത്. എന്തായാലും കാണട്ടെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒന്ന് കാണട്ടെ സ്ഥലം. നമ്മൾ ടൗണിൽ നിന്ന്, സിറ്റിയിൽ നിന്നും ആ പൊടിപടലങ്ങളും സൗണ്ടും ഭയങ്കര ചൂടും അതിന്റെയൊക്കെ ഇടയിൽ നിന്ന് കാട്ടിലേക്ക് ഒരു യാത്ര. കാട് കണ്ടോ? കണ്ട ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു യാത്രയൊക്കെ പോകണം. എന്നാലേ നമ്മുടെ ബന്ധങ്ങൾ, അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഹണിമൂൺ ട്രിപ്പ് അങ്ങനെയൊക്കെ വരുമ്പോഴേ ബന്ധങ്ങളിലോട്ടൊരു ആഴം കൂടത്തുള്ളൂ. മനസ്സിലായ? ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകണം. നമ്മള് കുറെ ട്രിപ്പ് എന്തായാലും ഇടയ്ക്കൊക്കെ പോണേണ്. നമ്മള് ഇപ്പൊ ഹണിമൂൺ വീഡിയോ ആയിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ഹണിമൂൺ വീഡിയോ എന്നും പറഞ്ഞ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യുന്നതാണ്. ഈ യാത്രയിലാണ് നമ്മൾ കൂടുതൽ ഫ്രീ ആകുന്നതും കൂടുതലായിട്ട് നമുക്ക് അടുക്കാൻ പറ്റുന്നതും. ഇപ്പൊ ഈ കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് നമുക്ക് കൂടുതൽ പ്രൈവസി ആയിട്ട് ഒരു കാര്യങ്ങളൊന്നും ചെയ്യാനും നമുക്ക് കൂടുതൽ സംസാരിക്കാനും അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ട്രിപ്പൊക്കെ വരാൻ നേരത്ത് നമ്മൾ കൂടുതലും ഫ്രീ ആണ്, പ്രൈവസിയാണ്. നമുക്ക് കുറെ കാര്യങ്ങൾ കൂടുതൽ അടുക്കാൻ പറ്റുന്ന ഒരു, നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടുക്കാൻ പറ്റുന്നതും കുറെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഒത്തിരി തിരക്കുകളുടെ ഇടയിൽ നിന്നും മാറി ഫ്രീ ആവുന്ന ഒരു ടൈമാണ്. ഒന്നും ചിന്തിക്കാനും ഒന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാനും ഒന്നും ഇല്ലാണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ യാത്ര എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം എല്ലാവരും യാത്രയെ സ്നേഹിക്കുക, യാത്രയെ ഇഷ്ടപ്പെടണം. ശരിക്കും നമ്മൾ യാത്ര ഇഷ്ടപ്പെട്ടു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്നാലേ മനസ്സിലാകത്തുള്ളൂ യാത്ര എന്താണെന്ന്. ചിലവർക്കൊന്നും ഈ ട്രിപ്പ് ഒന്നും പോകുന്ന ഇഷ്ടമല്ല. ഫുൾ ടൈം ഈ വീട്ടിൽ അടച്ചു മൂടിയിരിക്കണം, ഈ പുറത്തോട്ടിറങ്ങാൻ, ഈ കുറെ ദൂരം യാത്രയൊന്നും ചെയ്യാൻ മടുപ്പാണ്. ഈ ലോകം എന്താണെന്നൊക്കെ കാണണ്ടേ? അതാണ്, ഈ ലോകം എന്താണെന്ന് അറിയണമെങ്കിൽ, ഈ ലോകത്തിനെ കുറിച്ച് കുറെ പഠിക്കണമെങ്കിലൊക്കെ നമ്മളെ ഏരിയയിൽ നിന്നൊക്കെ വിട്ടിട്ട് നമ്മൾ പുറം ലോകത്തോട്ടൊക്കെ വരണം. എന്നാലും നമുക്ക് അതിനെ കുറിച്ച് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടായി പറയുന്നത്. നോക്കിക്കേ, കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴയിൽ എന്ത് ഇതാണ്, പിന്നെ വെയിലെന്ന് ചൂടൊക്കെയാണ്. ഇത് കണ്ടോ കോട? ഇവിടെ നല്ല തണുപ്പ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. വെയിലടിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് തണുപ്പടിക്കുന്നുണ്ട് നന്നായിട്ട്. കോട ഇറങ്ങിയിട്ട് വെയിലിന്റെ ചൂട് നമുക്ക് അറിയുന്നില്ല. നല്ല അടിപൊളി തണുപ്പാണ്. നോക്കിക്കേ, എന്ത് രസമാണ് നോക്കി. പക്ഷേ നമ്മള് എന്നിട്ടും നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടില്ല. നമ്മൾ എത്തുന്നതില്ല, ഇത് പോകുന്ന വഴിയാണിത്. അപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കേ, നമ്മൾ പോകുന്ന സ്ഥലം എന്ത് അടിപൊളി സ്ഥലത്തോട്ടായിരിക്കും. ഭയങ്കര മഞ്ഞ് കേട്ടോ, നല്ല കോടയുണ്ട്. ഇത് കണ്ടോ, കോട പറക്കുന്നത് കണ്ടോ? അത് കാണിച്ചിട്ടുണ്ട്. കോടടിച്ചു, ഇളം കോടടിച്ചു, കാട്ടിൽ നിന്നും കേട്ടിൽ നിന്നും കോടടിച്ചു. വൈബാണ് കേട്ടോ, നല്ല രസമുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട് കേട്ടോ. കൊള്ളാം, വെരി നൈസ് പ്ലേസ്. വെരി നൈസ് ആൻഡ് പ്ലേസ്. കൊള്ളാം, എക്സലന്റ് ആൻഡ് എൻജോയ് പ്ലേസ്. എല്ലാവരും ട്രിപ്പൊക്കെ പോണം, അതാണ് ലൈഫ്. എല്ലാവരും ട്രിപ്പ് പോകണം. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ എന്തുവാണ് മുഷിപ്പൊന്നും കാണിക്കാണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മുഷിപ്പൊന്നും കാണിക്കാണ്ട് എല്ലാം ട്രിപ്പൊക്കെ പോയി എൻജോയ് ചെയ്ത് മനസ്സൊക്കെ ഒന്ന് ശുദ്ധിയാക്കി ഇങ്ങനെ അടിച്ചു പൊളിച്ച്. ലൈഫ് എന്നൊക്കെ പറയുന്ന ഒരെണ്ണമല്ലേ ഉള്ളു. നമ്മൾ വെറുതെ ഇങ്ങനെ പനയൊക്കെ അടിച്ച് മുഷിപ്പൊക്കെ കാണിച്ചിരിക്കുന്നതിലും ഭേദം നമ്മൾ ഈ ട്രിപ്പൊക്കെ പോയി എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കും. ലൈഫിനൊരു അർത്ഥമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പോണം. മനസ്സിലായോ? എന്ത് പിന്നെ നമ്മള് എന്താണ്, ആകെ ഒരു കുഞ്ഞു ലൈഫാണ്, ഒരു കുഞ്ഞു ലൈഫ്. കുറച്ച് നാള് നമ്മള് പറയത്തില്ലേ, നമുക്ക് ഈ ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഒരു യാത്ര പോയി നോക്കിക്കേ നിങ്ങള്. അപ്പൊ കറക്റ്റ് അറിയാൻ പറ്റും നമ്മുടെ വിഷമങ്ങളും മറ്റുള്ള. നമ്മൾ ഒരേ നാട്ടിലൂടെയും ഇങ്ങനെ സഞ്ചരിക്കാൻ നേരത്ത് പലരെയും കണ്ട് പലരോട് സംസാരിച്ച് പല രീതിയിലുള്ള ആൾക്കാരോട് സംസാരിച്ച് പിന്നെ വ്യത്യസ്തമായ ഫുഡുകളൊക്കെ കഴിച്ച് നമ്മൾ ആ ഒരു വൈബിലോട്ട് പോകുമ്പോ നമ്മുടെ വിഷമങ്ങള് നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ മറന്നു പോകും. എപ്പോഴും നമ്മുടെ സ്ഥലത്തുള്ള ഫുഡുകളും നമ്മുടെ അത് മാത്രമല്ലേ, കൂടുതൽ പുറത്തോട്ട് ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ലൈഫില്. നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ എന്തൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനും എന്തൊക്കെ കാര്യങ്ങൾ കാണാനും എല്ലാം നമുക്ക് നമ്മുടെ വ്ളോഗിലൂടെ കാണിച്ചു തരുന്നത്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കുടുംബങ്ങൾക്കും ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾക്കൊക്കെ
പരിഹാരമായിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒത്തിരി പേര് അറിയുന്നുണ്ട്, ഒത്തിരി പേര് നമ്മുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറെ ഫാമിലിപരമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് അടുക്കാൻ പറ്റുന്നില്ല, ഞാൻ വിചാരിക്കുന്ന കണക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അറിയാവുന്നവരൊക്കെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ പരിഹരിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു വ്ലോഗ് എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഇത് അറിവുള്ളവരാണെന്നല്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങള് എല്ലാവരിലോട്ട് എത്തിച്ചിട്ട് എല്ലാ കുടുംബവും സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് പോകുക, ഞാൻ അത്ര ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാണ്ട് വെറുതെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്ത് പറയാനാ, പറഞ്ഞാ കൂടി പോകും. അപ്പൊ നമ്മളെന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒത്തിരി കാഴ്ചകളുണ്ട്. എല്ലാരും വീഡിയോ ഫുൾ ആയിട്ട് കാണാം കേട്ടോ. നമ്മള് കാട്ടിന്റെ ഉള്ളിലോട്ട് ഇറങ്ങി പോവുകയാണ്. എത്തിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ എന്തായാലും എത്തുന്ന സ്ഥലമൊക്കെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം, അതായിരിക്കും നല്ലത്. അതാകുമ്പോ നമുക്കറിയാമല്ലോ. ഇപ്പൊ നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ഓരോ നല്ല നല്ല ഓരോ ലൊക്കേഷൻ വരുമ്പോ, നല്ല സീനറി ഒക്കെ വരുമ്പോഴത്തേക്കും കാണിച്ചു തരാം. ഇപ്പൊ എന്തായാലും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണ്. മലയുടെ മുകളിലേക്ക് പോവുകയാണ്. നമ്മുടെ മലമുകളിലോട്ട് പോവുകയാണ്. നമ്മൾ ഇനി ഒരുപാട് കാഴ്ചകൾ വരുന്നുണ്ട്. ഞങ്ങൾ ഇതുവഴി കുറെ വട്ടം വന്നിട്ടുണ്ട് ഈ സ്ഥലത്തേക്ക്. നമ്മൾ വീണ്ടും വരുന്നത് എന്താന്ന് വെച്ചാൽ അത്രയും ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ടാണ്. നമ്മൾ എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന് പറയാം. കാരണം നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം. ഫുള്ള് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ നമ്മൾ എന്തുകൊണ്ടാണ് വീണ്ടും ഇങ്ങോട്ട് വരുന്നതെന്നും നമ്മൾ ഇത്രയും ഇഷ്ടപ്പെടുന്നത് എന്താണെന്നും അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കണ്ടു നോക്കിക്കേ. അപ്പൊ നിങ്ങളും ഈ ഒരു വഴിയിലോട്ടൊക്കെ വരാൻ ഇഷ്ടപ്പെടും, ആഗ്രഹിക്കും ഒത്തിരി. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മൾ വന്ന് പോകും ഇങ്ങോട്ടൊക്കെ. നമ്മളിപ്പം ഇതിപ്പോ 4ാമത്തെ തവണയാണ് നമ്മൾ ഇവിടെ വരുന്നത്. 4ാമത്തെ തവണ വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് കുരങ്ങി ഇവിടെ നിർത്താവാ വാങ്ങിച്ചാലോ? നമുക്ക് ഇവിടെ പനമങ്ക് എന്ന് പറയുന്ന സാധനം. ഇത് എന്ത് രസമാണെന്ന് എനിക്ക്. അടിപൊളി പ്ലേസ് ഉണ്ടോ ഇവിടെ. നമ്മള് കുറച്ച് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾ പാലിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മഞ്ഞുമൽ ബോയ്സ് കണ്ടതാണ്. അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സുഹൃത്ത് ആ കുഴിയിലോട്ട് അങ്ങോട്ട് മറ്റേ ഗുണ കേവിലോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് പോയിട്ട് ആ ഗുഹയിലോട്ടൊക്കെ വീഴുന്നത്. അതായത് നിങ്ങൾ റിസർവ് വനഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായേക്കാം. നിങ്ങളുടെ സുരക്ഷയായി മുന്നറിയിപ്പുകൾ പാലിക്കുക. അതാണ് മനസ്സിലായത്. കുരങ്ങൻ്റെ കടി വാങ്ങിക്കാൻ പോകാൻ തോന്നുന്നു. കുരങ്ങിൻ്റെ കുഞ്ഞും ഇത് കുരങ്ങിൻ്റെ അച്ഛനും അമ്മയൊക്കെ എല്ലാം ഉണ്ട് കേട്ടത്. വെരി നൈസ്. ഈ വഴിയുണ്ടോ? വളരെ ഭംഗിയുള്ള സ്ഥലം. നമ്മുടെ ഇത് പൊക്കിക്കൊണ്ട് പോയത് കുരങ്ങ് മൊബൈല്. അപ്പോൾ ദേ പനനൊങ്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ടാണ് നമ്മളിവിടെ നിർത്തിയത്. ഈ സാധനം എന്ത്, നമ്മുടെ അയ്യപ്പണ്ണനാണ് ഇത് സെറ്റ് ചെയ്ത് തന്നേക്കുന്നത്. ഇതാണ് ഓല, പനയുടെ ഓല കൊണ്ട് തന്നെ നമ്മളൊരു പാത്രമൊക്കെ ഉണ്ടാക്കി കണ്ടോ. ഇവിടെ കുറേ കുരങ്ങും ഫാമിലിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുരങ്ങിൻ്റെ ഫാമിലി കുരങ്ങിനെ കാണിച്ചിടാം. എന്താ കുറേ അമ്മയും അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് കൊണ്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. രസമുണ്ട് കേട്ടോ. കണ്ടോ, വാ. അപ്പോൾ അതേ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്, കാറിലേക്ക് കയറുവാണ്. അയ്യോ, നമ്മുടെ ഹോണ്ട സിറ്റിയാണെന്ന് പറഞ്ഞ് ഞാൻ അതിൽ കയറാൻ പോകും. അപ്പോൾ ദേ ഇത് കണ്ടോ, ഈ സംഭവം നിങ്ങൾക്ക് അറിയാമോ? ഏത് വെള്ളച്ചാട്ടം ചെയ്യാൻ പറയാമോ? ഏത് വെള്ളച്ചാട്ടമാണെന്ന് അറിയില്ല. ഇത് കണ്ടോ, വെള്ളം ഇല്ലാതെ ഉണങ്ങി വറ്റി ഉണങ്ങി കിടക്കുന്ന വെള്ളച്ചാട്ടം. എന്താ വെള്ളച്ചാട്ടം ഇല്ലാത്ത സ്ഥലം. സംഭവം നമ്മളെപ്പോൾ വന്നാലും ഭയങ്കര വെള്ളം കാണുന്നതാണ്. ഇപ്പോൾ ഒന്നുമില്ല, ഫുൾ ഡാർക്ക്, വെള്ളമില്ലാത്ത വെള്ളച്ചാട്ടം. നമ്മൾ യാത്ര തുടർന്നോണ്ടിരിക്കുകയാണ്. എത്തിയിട്ടില്ല, സ്ഥലത്തെത്തിയിട്ടില്ല. പക്ഷെ നല്ല അടിപൊളി നോക്കിക്കേ, മനസ്സിന് എന്ത് സന്തോഷം തരുന്ന ഒരു വഴിയൊക്കെയാണ്. നോക്കിക്കേ, നമ്മുടെ സിറ്റിന്നൊക്കെ ഇറങ്ങിയിട്ടേ
നല്ല തണുപ്പ് കേട്ടോ. വെയിലുണ്ട് പക്ഷെ ചൂടിന്റെ അല്ല, വെയിലുണ്ട് പക്ഷെ നമുക്ക് ആ ചൂടടിക്കുന്നില്ല ഇവിടെ. ആ കോടയുടെയൊക്കെ ഒരു ചെറിയൊരു തണുപ്പ് അടിക്കുന്നുണ്ട്. നമ്മളവിടെ എന്ന് പറയുന്നിടത്ത് വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയില് നമ്മുടെ മേത്തോട്ട് തന്നെ അടിക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട്. മരങ്ങളൊന്നും നശിയാത്തോണ്ടും നശിപ്പിക്കാത്തത് കൊണ്ടും നമുക്ക് ആ തണല് തരുന്നുണ്ട്. അല്ല, തണല് മരം തരുന്നുണ്ട്. നമ്മുടെ അവിടെയൊക്കെ റോഡിന് വീതി കൂട്ടുവാണെന്നും പറഞ്ഞുള്ള മരമൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പം നമുക്ക് അവനവൻ കുഴിച്ച കുഴികളിൽ അവൻ വീഴും. ആ അതേ കണക്ക് മരമൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ആ റോഡ് പണിയുന്ന അവർക്ക് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ഇവിടെ ഒന്നും ആരും ഒന്നും നശിപ്പിക്കാനും ഇല്ല, ഒന്നും ചെയ്യാനും ഇല്ല. പക്ഷെ എന്ത് അടിപൊളിയാണെന്നറിയോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് പൊളിയല്ലേ, സൂപ്പർ. പിന്നെ നമ്മൾ ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങളിങ്ങനെ യാത്രയിൽ തന്നെയാണ്. നമ്മള് ഇടക്കൊന്ന് കയറിയ പനന്നൊക്കെ കഴിച്ചായിരുന്നു. പക്ഷെ കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇനി പറ്റിച്ചേണെന്ന് പറഞ്ഞൂടാ. ഒരു തേങ്ങയ്ക്ക് 40 രൂപ. അതിൽ നിന്ന് ഒരു സ്പൂണിന്റെ ഒരു പുള്ളി നമ്മൾ ചോദിക്കാണ്ട് പുള്ളി ഇങ്ങനെ വെട്ടിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ചോദിച്ചാണ് ഒരു എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചപ്പോ പറയാണ് ഒരു പനന്നൊങ്കിന് 40 രൂപ. പുള്ളി 3 വെട്ടി കഴിഞ്ഞ സ്പീഡില് അത്രയും നിർത്തി. അത് കഴിഞ്ഞിട്ട് കരിക്കുള്ളൊന്നും പറഞ്ഞ അതിനകത്തോട്ട് ഒഴിച്ചു തന്നിട്ട് എല്ലാം കൂടെ 160 രൂപ മേടിച്ചു. കാശ് കൊടുക്കുന്നതിന്റെ അല്ല, നമുക്കൊരു തൃപ്തി ഇല്ലെങ്കിൽ അത് കഴിച്ചോണ്ടും കാശ് കൊടുത്തോണ്ടും നമുക്കൊരു തൃപ്തി കാണത്തില്ല, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ആ കാശ് കൊടുത്തതിന്റെ അല്ല പറയുന്നത്. നമ്മളെ പറ്റിക്കരുത്, ആരും പറ്റിക്കപ്പെടാൻ നിൽക്കുകയും ചെയ്യരുത് എവിടെയും. അപ്പൊ നമ്മള് യാത്ര വീണ്ടും തുടരുകയാണ് ഗൈസ്. ഇനി നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് പോകും, അപ്പോഴത്തേക്കും ബാക്കി കാണും. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോ നിർത്തും. പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇതായാലും നേരെ യാത്ര തുടരാം. ആർക്കും മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യൂ. എന്തായാലും നമ്മളിപ്പോ ഇവിടെ ഫസ്റ്റ് പാർട്ട് ചിലപ്പം വൈൻഡപ്പ് ചെയ്യാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യും അല്ലേ? ഇവിടെ ഒരു കടയില് അല്ല ഒരു ഹോട്ടലില് നിർത്തിയിട്ടുണ്ട്. എന്തോ ഹോട്ടലിന്റെ പേര് എന്തോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുന്നത്. മെനു ജീര റൈസ് രണ്ട് ബിരിയാണി എടുക്കാം. അല്ലല്ലോ, ഒരു ചിക്കൻ ബിരിയാണി, ഒരു ചിക്കൻ ഫ്രൈ. ഇവിടെ ഗരം പണി ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ റൈസ്. ഫോണിൽ ചാർജ് ചെയ്യണം, ചാർജറൊക്കെ കൊണ്ടുവന്നു. ബിരിയാണി പോകണം.
നീ എടുക്കാതെ കഴിക്കുക. സലാഡ് എടുത്തു. തടസ്സങ്ങളില്ലാണ്ട് പോകണമല്ലോ. അപ്പോൾ അടിപൊളി. അടിപൊളി ബിരിയാണിയൊക്കെ അടിപൊളിയാണ്. ചിക്കൻ ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതൊക്കെ ഫുള്ള് കഴിച്ച് തീർക്കട്ടെ എന്നിട്ട് പറയാം. അതെ, ചിക്കൻ ബിരിയാണി ഉണ്ട്, ഫ്രൈഡ് റൈസിൻ്റെ ടൊമാറ്റോ സോസ്, ചില്ലി സോസൊക്കെ. അതെ, ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് വരാം. ശരിക്കും സ്പൂൺ കൊണ്ടാണ് കഴിക്കേണ്ടത്. നമ്മുടെ നാടൻ രീതിയിൽ കഴിക്കുന്നത്. സോസ് ഞാനും ഒരു സ്വീറ്റ് ലസ്സിയും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. അവർ പെട്ടെന്ന് കൊണ്ട് തന്നേന്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അപ്പോൾ എന്തായാലും ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒന്ന് കഴിച്ചു തീർക്കാം. അതെ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഗൈസ്, നമ്മൾ മൂന്നാറുള്ള ബെൽ മൗണ്ടിൽ നിന്നും ഫുഡ് കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഇറങ്ങി. അടിപൊളി ബിരിയാണി ആയിരുന്നു, അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു, പിന്നെ ഒരു സ്വീറ്റ് ലസ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ട് നമ്മളിപ്പോൾ പുറത്തോട്ടിറങ്ങി. അവിടെ കുറച്ച് നേരം ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് നമ്മളിനി പൂപ്പാറയിലോട്ട് പോകണം. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ്. വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പം നമ്മൾ ഉള്ള സ്ഥലം പറഞ്ഞേക്കട്ടെ. അപ്പം നമ്മളുള്ള സ്ഥലം എന്ന് പറയുന്നത് മൂന്നാറാണ് കേട്ടോ. അവിടെയാണ് ഇത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നത്. നമ്മൾ മൂന്നാറാണ്. ബെൽ മൗണ്ട് എന്ന് പറയുന്ന ഒരു കടയിൽ കയറി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ കൂടെ ഒരു സ്വീറ്റ് ലസ്സിയും കൂടെ കുടിച്ചായിരുന്നു. അപ്പോൾ വയറൊക്കെ ഫുള്ളായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നത്. നമ്മൾ മൂന്നാറല്ല, വേറൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ മൂന്നാറല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൂന്നാർ വരെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പം. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരേ കുറച്ച് യാത്രകളും കാഴ്ചകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ പോണ സ്ഥലം ഇനി എന്തായാലും പറഞ്ഞാലോ. അപ്പൊ നമ്മൾ പോണ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെ നീലക്കുറിനെയൊക്കെ പൂത്തില്ലേ, കള്ളിപ്പാറ, പൂപ്പാറ, ശാന്തമ്പാറ, ആ ഒരു റൂട്ട് അവിടെയാണ്. പൂപ്പാറയിലോട്ടാണ് നമ്മൾ പോണത്. നമ്മൾ മൂന്നാറിന്ന് പൂപ്പാറയിലോട്ട് പോണ ഈ വഴിയുണ്ട്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അതാണ് ഈ പറഞ്ഞത്. നമ്മൾ ഈ
ഗ്യാപ്പ് റോഡ് എന്നൊക്കെ പറയും. അപ്പൊ ഈ റോഡിൽ കൂടെ നിങ്ങൾ വരണം. മനസ്സൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ റോഡിലൂടെയൊക്കെ ഒന്ന് ചെറിയൊരു റൈഡർമാർക്കൊക്കെ അറിയാം കേട്ടോ. ഈ ഇതിലേക്കൂടെ ഒന്ന് റൈഡ് ചെയ്താൽ മതി, നിങ്ങളുടെ ആ മനസ്സിന്റെ വിഷമമൊക്കെ അങ്ങ് മാറി കിട്ടും. പൊള്ളിയാണ് പൊള്ളിയെന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ടുള്ള റോഡൊക്കെ കാണാം, ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും എന്തേ നോക്കിക്കേ. നിങ്ങൾ കാണിത്. നമ്മള് പലതവണ ഇതുവഴി വന്നിട്ടുണ്ട്. അതാണ് മൂന്നാറ് വരുന്നവര് മൂന്നാറ് വന്നിട്ട് തിരിച്ചങ്ങ് പോകും, ഇങ്ങോട്ട് വരത്തില്ല. മുമ്പും നമ്മൾ പണ്ടൊക്കെ വരുമായിരുന്നു, മൂന്നാറ് വന്നിട്ട് തിരിച്ചു പോകും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആ നീലക്കുറിന് പൂത്ത സമയത്താണ് ഈ കള്ളിപ്പാറ ശാന്തംപാറ ആ ഒരു ലെവലൊക്കെ വന്നത്. മൂന്നാറിന്ന് ഒരു 10-36 കിലോമീറ്ററും കൂടെ ഉണ്ട് പൂപ്പാറയിലോട്ട്. ഇതാണ് വഴി. കുറെ തേയിലത്തോട്ടം, നല്ല പടക്കം, നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല വ്യൂ ആണ് കേട്ടോ. വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോളി വ്യൂ ആണ്. ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ വഴി എങ്ങനെയാണ്. സ്വർഗമോ പൊളി. വളരെ പ്രകൃതി രമണീയ. നമ്മുടെ പിന്നെ കേരളത്തില് ഇത്രയും നല്ല സ്ഥലമൊക്കെ ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും അല്ല, നമ്മള് വന്നാലേ അറിയത്തുള്ളൂ ഇത്രയും അടിപൊളി. പക്ഷെ ഇത് നമ്മൾ വീഡിയോയില് കാണുന്ന പോലെ അല്ല കേട്ടോ. വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ഒരു ഏരിയ ആയിട്ട് തോന്നത്തില്ല. പക്ഷെ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ ഒന്ന് നമ്മൾ അറിയണം, അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് നേരിട്ട് തന്നെ ചെയ്യണം. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സത്യം പറഞ്ഞാൽ വെറും വേസ്റ്റ് ആണ്. സത്യം കാര്യം നമ്മള് ഈ വീട്ടിനകത്ത് കഥ കൂട്ടി ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ പുറം ലോകത്തോട്ട് ഇറങ്ങി ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണണം, മനസ്സിലായോ? അതാണ്. ഇനിയിപ്പോ നമ്മള് വേറെ വലിയ വലിയ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ അപ്പൊ നമ്മുടെ കുടുംബത്തിലോട്ട് വന്നാലേ നിങ്ങൾക്ക് ആ ട്രിപ്പൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ യൂട്യൂബ് കുടുംബത്തിലോട്ട് വരിക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പം എവിടെയൊക്കെയാണ് നല്ല അടിപൊളി സ്പോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം, എവിടെയൊക്കെയാണ് അടിപൊളി സ്പോട്ട് എന്നുള്ളത്. നമ്മൾ അവിടെ പോയി അതിന്റെ വീഡിയോ ചെയ്യാം. പിന്നെ നമുക്കറിയാവുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങളും വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഇട്ടുതരാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാം. നല്ല ഗുണമുള്ളൊരു കാര്യമല്ലേ ഇത്? സൂര്യനെല്ലി, ഇതാണ് സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ബോർഡ് ഉള്ളത് കൊണ്ട് ഇത് സൂര്യനെല്ലി. ഇവിടത്തെ തേയിലയാണ് സൂര്യനെല്ലി. ഇവിടത്തെയാണ് സൂര്യനെല്ലി എന്ന് പറയുന്ന തേയിലയുണ്ടല്ലേ, അത് വേറെ നെല്ലിയല്ലേ? ആ ഞാൻ മേടിക്കുന്നത് അതാണ്. എനിക്ക് ഈ സൂര്യനെല്ലി തേയില എന്ന് അറിയത്തില്ല. ഷിയ തന്നെ വാങ്ങിച്ച് പരിചയമുള്ളതാണ് സൂര്യനെല്ലി എന്ന് പറയുന്നത് തേയില. കള്ളിപ്പാറ, കുമ്മളി, സൂര്യനെല്ലി. പൂപ്പാറയിലോട്ട് കോട കണ്ട ഭയങ്കര കോട
കേരളം എന്റെ സുന്ദര ഭൂമി. ഇത് കണ്ടോ ഒരു പാറ ഇങ്ങനെ മുട്ടക്കാട്ടം പാറ പോത്ത് അത് കുതിരയായിരിക്കും കേട്ടോ പോത്ത് പടക്കം പോസൊക്കെ കിടന്നോണ്ടൊക്കെ നമ്മള് ചെയ്യുന്നുണ്ടോ മമ്മൂട്ടി ചെയ്യുന്നു. ഇവിടെ വന്ന് നമ്മളൊരു വട്ടം വീഡിയോ എടുത്തു. വളരെ നല്ല രസമുണ്ട്, നല്ല കാലാവസ്ഥ കേട്ടാ, നല്ല തണുപ്പുണ്ട്. നമ്മുടെ ആലപ്പുഴയിലെ പോലെ അല്ല ഇവിടെ. ഞാൻ സൂര്യനെല്ലി എന്ന് പറയുന്ന നഗരത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. പിന്നെ അയാളെ എന്റെ ഗൈഡാക്കി ഞാൻ എന്റെ പുറകിലെടുത്ത് ഞാൻ വീണ്ടും യാത്ര തുടർന്നു. മിക്കവാറും ഞങ്ങളൊരു കൊച്ച് വേണ്ട കൊച്ച് എന്റെ കർലേ ഇതെന്ത് ഫോട്ടോയോ? സീനറി കിട്ടുന്നില്ല എന്റെ ഫോട്ടോ. ആ ഒരു സെറ്റപ്പ് അല്ലേ എന്റെ പൊന്നളിയാ. അമ്പട്ട് ജിഞ്ചിന്റെ അക്കടി. പക്ഷെ സംഭവം വളരെ വളരെ മനോഹരമാണ്. അടിയിലോട്ട് റോഡ് കാണി. റോഡ് അടിയിലോട്ട് റോഡാണ്. ആ റോഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മള് വണ്ടി ഇങ്ങനെ വളച്ചെടുക്കുകയാണ്. താഴത്തോട്ടാണ് ഇന്ന് റോഡ്. ബ്യൂട്ടിഫുൾ. പമ്പരമോ വളരെ നല്ല രസമുണ്ട് കേട്ടാ കാണാനായിട്ട്. വെറുതെ ചുമ്മാ പറയുമല്ല കേട്ടാ. നമ്മൾ അവിടെ ആ മേലിന്നാണ് ഇറങ്ങി വന്നത്. ഇനിയിപ്പോ താഴത്തോട്ട് ഇങ്ങനെ പോവാണ്. നമ്മുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എത്താറായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല രസമാണ്. കുറെ പേര് റൈഡ് ചെയ്യാൻ വെള്ളം തടാകം. അത് എന്തോ ഒരു തടാകം. എന്ത് തടാകമാണ്? എലിഫന്റ് വേറെന്തോ പറഞ്ഞിട്ടൊരു തടാകമാണ് അവിടെ അങ്ങ് കാണുന്നത്. അത് നമ്മൾ അവിടെ പോയിട്ടുണ്ട്. ഇവിടെ എന്റെ പൊന്നളി എന്റെ ചെവിയൊക്കെ അടയുന്നു. ഈ റോഡ് കാണിച്ചു കൊടുത്തത് അടിയിലോട്ട്. നമ്മളങ്ങോട്ടാണ് പോകുന്നത്. ഭയങ്കര ചെവി അടയുന്ന ഈ ഹൈ റേഞ്ച് ഒക്കെ കേറുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെവി അടയുമല്ലോ. നമ്മള് ശരിക്കും മലയുടെ മേളിലോട്ട് കേറിയിട്ട് വേറൊരു സൈഡിലോട്ട് താഴത്തോട്ട് ഇറങ്ങി പോവുകയാണ്. ഇനി അവിടുന്ന് നമ്മൾ മേപ്പോട്ട് കേറിയിട്ട് വേണം വേറൊരു താഴത്തോട്ട് ഇറങ്ങി പോകാൻ. ഭയങ്കര സെറ്റപ്പ് ആണ്. നമ്മളിപ്പോ പൂപ്പാറയിലോട്ട് അടിയിലോട്ട് ഇറങ്ങി പോലെ നമ്മള് മൂന്നാറിലോട്ട് കേറി വരണം. മൂന്നാറിൽ നിന്ന് കേറിയിട്ട് വേണം നമ്മൾ അതിലോട്ട് ഇറങ്ങി പോകാൻ. അല്ല, എന്ത് ഭംഗിയായിട്ടാണ് ഈ ഭൂമി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗി റോഡിനെ കാണാൻ. ഈ ഭൂമി വളരെ അതിമനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ദൈവമേ എന്ത് ഭംഗിയാ നോക്കിക്കേ. നമ്മള് ഇങ്ങനെ പോകുന്തോറും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കൂടി ഇരിക്കുകയാണ്. എന്തോ പറയൂല, നമ്മളിങ്ങനെ ഒന്നിനൊന്നും മെച്ചം എന്ന് പറയുന്നത് പോലെ 3 പശുക്കിട മുരട്ടക്കുട്ടികൾ വളരെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണുവാണെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ ഈ വഴി കൂടെ ഡ്രൈവ് ചെയ്യാനും അടിപൊളിയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്നതാണ്. എനിക്ക് ഈ റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഷിയ വണ്ടി തരത്തില്ല, അതാണ് ഏറ്റവും വലുത്. എന്ത് രസമാണെന്നൊക്കെ, നല്ല നീറ്റായിട്ട് കിടക്കും, നല്ല ഒഴുകി പോകുന്നു, ഒഴുകി. ഇത് ചങ്ങനാശ്ശേരി കടയടാ ഇവിടത്തെ സ്ഥലത്തിന്റെ പേര്. ചങ്ങനാശ്ശേരി കട കേട്ടോ. ഇവിടെ നല്ല റോഡാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. പക്ഷെ എന്തോരം വണ്ടികളൊക്കെ വരുന്ന സ്ഥലമല്ല, എന്നിട്ട് റോഡിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ അവിടെയൊക്കെയാണ് കുണ്ടും കുഴിയും. റോഡിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും കുണ്ടും കുഴിയോ. നമ്മുടെ ഭരണത്തിന്റെ അടിപൊളി ഭരണം. എന്ത് രസം. നമുക്ക് തേയിലത്തോട്ടം, നമുക്ക് ഇവിടെ നിന്ന് തേയില വാങ്ങിക്കാം. അടിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നു. ഇത് നമ്മുടെ വയനാട് ചുരം പോകുന്ന പോലെ ഉണ്ടല്ലേ. കണ്ടത് ഈ റോഡ് നോക്കിക്കോ, ഒരു രക്ഷയില്ല. വേറെ ലെവല്. പെരിയ കനാലാ ഇത്, ചിന്ന കനാലില്ല, പെരിയ കനാൽ.
ഇവിടെ എഴുതുന്ന നമ്മുടെ അരിക്കൊമ്പനാണോ ചക്കക്കൊമ്പനോ ഏതൊക്കെ കൊമ്പനാണോ വന്നിട്ടുണ്ട്. വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീഡിയോയുടെ ലെന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ ഞങ്ങള് ഇവിടെ വെച്ച് ഇത് വൈൻഡപ്പ് ചെയ്തിട്ട് അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ എല്ലാരും കാണണമെന്നില്ല. ഇപ്പൊ തന്നെ കുറച്ചായി നമ്മൾ ഇറങ്ങിയപ്പോ മുതലുള്ള വീഡിയോസ് ആണ് ഇതാക്കുന്നത്. ഞങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഇറങ്ങിയിട്ട് ഞാനിത് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. കണ്ടോ ഒരു ചേട്ടൻ പോത്തിനെയൊക്കെ കൊണ്ടുപോയി. ഇവിടെ ഫുള്ള് പോത്ത്, ആട്, കഴുത, കൊരങ്ങ് ഒക്കെ ഉണ്ട്. കേട്ടാ എന്ത് രസമാണെന്ന് എനിക്ക്. ഞാൻ വീഡിയോ എടുത്ത് എനിക്ക് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. തിരിച്ചു വരുമ്പോ നീ ആസ്വദിച്ചു. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. വെരി നൈസ്. അതാണ് പെരിയ കനാല്. കണ്ടോ അവിടെയാണ് അരിക്കൊമ്പ വെള്ളം 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 കണക്കത്തെ വളമൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി ഗണേഷ് കുമാർ പറഞ്ഞിട്ട് വേറെ എസും അല്ല എച്ച് ഒന്നും എടുത്തിട്ട് ഇത് ഇവിടെ വന്നിട്ടൊന്ന് വണ്ടി ഓടിച്ചാൽ നമ്മുടെ മറ്റേ സ്ഥലം കഴിഞ്ഞാണോ കുറുസടി ഇല്ല. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു, പൂപ്പാറയിലുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്പോട്ടിലൊക്കെ വെച്ചിട്ടാണ് നമ്മള് ഹൈഡ്രജൻ ബലൂണൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. ഇവിടെ വെച്ചായിരുന്നു ഹൈഡ്രജൻ ബലൂണൊക്കെ വിട്ടു. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണാം. ഹൈഡ്രജൻ ബലൂണിന്റെ ഒരു വീഡിയോ ഉണ്ട്, നമ്മൾ ഇവിടെ വെച്ചാണ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെയൊക്കെ തുടക്കം ഒരു സ്ഥലമുണ്ട്, എല്ലാത്തിന്റെയും തുടക്കം. ആ സ്ഥലം എത്തുമ്പോ നമ്മൾ കാണിച്ചു തരാം. അതപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഫസ്റ്റ് വീഡിയോ പോയി കണ്ടാ മതി. അപ്പം എല്ലാത്തിന്റെയും തുടക്കം എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ. കാണട്ടെ, എല്ലാവർക്കും കാഴ്ചകൾ കാണണ്ടേ. അതെ, നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലുള്ള കാഴ്ചകൾ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ എന്താ, നമ്മള് വരുന്നില്ലേ ഇവിടെ, നിങ്ങൾക്ക് കാണാലോ. അതാണ്. അല്ലാണ്ട് എല്ലാരെയും കണക്ക് ഒരു അർത്ഥമില്ലാത്ത ചാനലല്ലേ, ചുമ്മാ വളവള അടിച്ചിട്ട്. പക്ഷെ എന്ത് പറയാനാണ്. കണ്ട എന്റർടൈൻമെന്റ് കാണിക്കുന്ന നമ്മളെപ്പോലുള്ള ചാനല് സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്നാലും ഒരു മോട്ടിവേഷൻ വന്നിട്ട് നമ്മൾ ഇതേപോലുള്ള അടിപൊളി സ്ഥലത്തൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇതേ കണക്കത്തെ വീഡിയോസ് ഒക്കെ ഇട്ട് തരാൻ പറ്റത്തില്ല. അല്ലാണ്ട് വീട്ടിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരേ ഒട്ടന്മാരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള നമ്മളെന്തൊക്കെ വീഡിയോ ചെയ്യുന്നു, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സപ്പോർട്ടില്ല. വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നവനിക്കും ഡെയിലി വ്ളോഗർ എന്നൊക്കെ പറഞ്ഞിട്ട് കോപ്രായങ്ങൾ കാണിക്കുന്നവനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്ത് പറയാനാണ്. നോക്കിയേ, പടം വരച്ചു വെച്ചിരിക്കുന്ന പോലെ അല്ലേ നോക്കിയേ, ഓരോ മലയും. നമ്മള് പണ്ടൊക്കെ ചാർട്ട് മറ്റേ വീട്ടിലൊക്കെ ഇങ്ങനെ വിൽക്കാനൊക്കെ വരത്തില്ല, ഇങ്ങനെ നോട്ട്ബുക്കിന്റെ പുറന്താളിലൊക്കെ ഇങ്ങനത്തെ പടമൊക്കെ കാണിക്കും. അപ്പൊ നമ്മള് പണ്ട് ഓർക്കുന്നത് അത് എഡിറ്റിങ്സ് ഒക്കെയാണ്. സത്യം പറഞ്ഞാൽ അല്ല, അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. നമ്മളിങ്ങനെ നേതിയുണ്ട്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അതല്ലേ പറഞ്ഞത്. ഈ സ്ഥലം കണ്ട അടിപൊളി. ഷിയ ചാടാൻ പോണം. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ആ കാണുന്ന ഒരു അമ്പലമാണ്, അത് പെരിയ കനാലാണ്. ആ മഞ്ഞ ലൈറ്റിന്റെ ഇപ്പുറത്ത് കാണുന്നതാണ് പെരിയ കനാല്. പിന്നെ നമ്മളത് ഈ സ്പോട്ട് ഒന്ന് കാണിച്ചു. ഈ സ്പോട്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്റെ സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോ ഓർമ്മ കാണേക്കാം. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്ലേസ് ആണ് ഇവിടെ. മറക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഈ സ്പോട്ട്. പക്ഷെ ഇതിങ്ങനൊന്നും അല്ലായിരുന്നു. തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ നിലയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലമാണ്. ഈ കാണുന്ന ഈ കുരിശടിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഈ കുരിശടി. യൂട്യൂബിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ കുരിശടിയുടെ ഫ്രണ്ടിൽ വെച്ചായിരുന്നു. ഞാൻ അന്ന് എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഈ കുരിശ് എന്ന് കാണിച്ചേ. ഈ കുരിശ് എൻ്റെ യൂട്യൂബിന്റെ പ്രൊഫൈൽ പിക്ക് തന്നെ ഇതായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും അതാണ് ഈ കുരിശടിയുടെ ഫ്രണ്ടിൽ നിന്ന്. പക്ഷെ നമ്മൾ മുമ്പ് വരാൻ നേരത്തെ ഇത്രയും സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു വർഷം കൊണ്ട് മാറ്റങ്ങളൊക്കെ നോക്കിക്കുക. നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഒരു ചെറിയൊരു പള്ളി സെറ്റപ്പിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നു.
വേറൊരു കാര്യം കൂടി ഉണ്ട്. മില്യൺ ആകുമ്പോ ഇവിടെ വന്ന് കാണുമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ്. പക്ഷെ എനിക്കിപ്പം 10K സബ്സ്ക്രൈബർ ആയി. പക്ഷെ വളരെ സന്തോഷം. ഇത് കണക്ക് തന്നെ ചെറിയൊരു അമ്പലത്തിന്റെ ഒരു ഇതുകൊണ്ട് ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന് ഇവിടെയൊക്കെ നോക്കിയിട്ടൊക്കെ പോയായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ ഈ രൂപമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അതൊക്കെ വന്നതാണ്. ഇവിടെ ഈ ഒരു അമ്പലത്തിന്റെ ഒരു സെറ്റപ്പ് സംഭവമൊക്കെ ഉണ്ടത് ഇവിടെ. എന്തായാലും ഇവിടെ കുറെ പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും തുടങ്ങിയത് ഇവിടെ ഇല്ല. അപ്പം ഈ വീഡിയോന്റെ എൻഡിങ് ഇവിടെ നിർത്താനാണോ? അപ്പം എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒത്തിരി ലെങ്ത് ആയി വീഡിയോ ഒക്കെ. അപ്പം കൂടുതൽ ലെങ്ത് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനൊരു ത്രില്ല് കാണത്തില്ല. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ടും കൂടെ കണ്ടാലേ ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലാകത്തുള്ളൂ. മുമ്പ് ഞാനിവിടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നത്. ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഈ കുരിശിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു 10 മില്യൺ 1 മില്യൺ ഒക്കെ ആകുമ്പോൾ 1 മില്യൺ 10 മില്യൺ ഒക്കെ ആകുമ്പോൾ എന്തായാലും ഇവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ 10K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പം വീഡിയോ എടുത്തിരുന്ന എൻ്റെ ക്യാമറാമാൻ ഉള്ളായിരുന്നു. ഇപ്പോഴേ നമ്മൾ രണ്ടും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ അപ്പം നമുക്ക് ഇനി സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്താലേ നടക്കത്തുള്ളൂ. ഒത്തിരി കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി ലെങ്ത് ആയി കഴിഞ്ഞാൽ എല്ലാവരും ഒട്ടിച്ചു വിട്ടും അടുപ്പടിച്ച് ലാഗാണെന്നൊക്കെ പറയാം. അതിനെക്കാട്ടും ഉള്ളത് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്ട് 2 ബാക്കി എത്ര പാർട്ട് വരുന്നുണ്ടോ അതെല്ലാം കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ എന്താണ് ഈ വഴിയുടെയൊക്കെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. കണ്ടോ ഇവിടെ വെയിലൊക്കെ അടിക്കുന്നുണ്ട്. കുറച്ചും കൂടെ കഴിയാന്ന് ഓർത്ത് ഒരു രക്ഷയില്ലാത്ത കോടയും. പക്ഷേ വെയിലടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ചൂടില്ല കേട്ടാ, നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഒരു എൻഡിങ് ഇല്ലാണ്ട് നിന്നോട്ടെ. ബൈ ബൈ.